നമസ്കാരം. നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നികുതി പ്രഖ്യാപനങ്ങളോടെ നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് അവതരണം. ബീഹാറിന് കോളടിച്ചപ്പോൾ കേരളത്തിന് അവഗണന. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് നികുതിയുമായി ബന്ധപ്പെട്ട ബജറ്റിലുള്ളത്. നികുതി ഘടനയിലെ മാറ്റമാണ് ബജറ്റിനെ ഇത്തവണ ജനപ്രിയമാക്കുന്നത്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. മധ്യ ഇടത്തരം വിഭാഗക്കാർക്കായി വൻ ഇളവാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് 80,000 രൂപ ലാഭിക്കാം. 18 ലക്ഷമുള്ളവർക്ക് 70,000 ലാഭിക്കാം. 25 ലക്ഷമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയുടെ നേട്ടമാണ് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാവുക. TDS-ഉം RCS-ഉം ഫയൽ ചെയ്യാനുള്ള കാലാവധി 4 വർഷമായി ഉയർത്തിയിട്ടുണ്ട്. ഇവ ഫയൽ ചെയ്യാതിരിക്കുന്നത് ഇനി മുതൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ലെന്നും പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. മൊബൈൽ ഫോണിനും ജീവൻ രക്ഷാ ഔഷധങ്ങൾക്കും വില കുറയുമെന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് സന്തോഷകരമാണ്. 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്കുൾപ്പെടെ 7ഓളം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിലും കുറവ് വരും. ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൌശല വസ്തുക്കൾ, സമുദ്ര ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയും വില കുറയുന്നവയുടെ പട്ടികയിലുണ്ട്. നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിന് വാരിക്കോരിയാണ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട്, കർഷകർക്ക് മഖാന ബോർഡ്, നാഷണൽ ഫുഡ് ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം ബീഹാറിനായി പ്രഖ്യാപനം നിരവധിയാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശ പകരുന്നതാണ് ബജറ്റ്. കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. സംസ്ഥാനത്തിന്റെ പേര് പോലും പരാമർശിക്കപ്പെടാത്ത ബജറ്റിൽ കേരളത്തിനായി യാതൊരു പ്രത്യേക പ്രഖ്യാപനങ്ങളുമില്ല. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും കേരളം കാത്തിരുന്ന എയിംസും ധനമന്ത്രി പരാമർശിച്ചതേയില്ല. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ആവശ്യപ്പെട്ട 24,000 കോടിയുടെ പ്രത്യേക പാക്കേജും കിട്ടിയില്ല. സിൽവർ ലൈൻ പദ്ധതിയിലും കേരളത്തിന് ഇത്തവണത്തെ ബജറ്റിലും നിരാശ തന്നെയാണ്. രാജ്യത്തെയാകെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ആ പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി പ്രത്യേക പാക്കേജുകളൊന്നും പരാമർശിക്കാത്തതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് ഏറ്റവുമധികം നിരാശയുണ്ടാക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിൽ നടപ്പാക്കുന്ന വിവിധ പ്രവൃത്തികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി മുഹമ്മദ് മുഹസിൻ MLA-യുടെ നേതൃത്വത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് മുഹമ്മദ് മുഹസിൻ MLA ആവശ്യപ്പെട്ട പ്രകാരം കിഫ്ബി ആസ്ഥാനത്ത് യോഗം ചേർന്നത്. വേനലിൽ തന്നെ പട്ടാമ്പി പാലത്തിന്റെ പുഴയ്ക്കകത്തെ പ്രധാന പൈലിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. പട്ടാമ്പി ആമയൂർ റോഡിന്റെ ഡിസൈൻ വേഗത്തിൽ തന്നെ സമർപ്പിച്ച് പ്രവർത്തികൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും മുഹസിൻ MLA ആവശ്യപ്പെട്ടു. റവന്യൂ ടവർ നിർമ്മാണം സെന്ററിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി സ്ഥലം ക്ലിയർ ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടു. പട്ടാമ്പി UP സ്കൂളിന് അനുവദിച്ച കെട്ടിടം റെയിൽവേയുടെ അനുമതി ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഫണ്ട് ലാപ്സാവാതിരിക്കാൻ മറ്റ് സ്കൂളുകളിൽ വിനിയോഗിക്കുന്നതിനും കിഫ്ബി യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി. വാടനാംകുറിശി മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന്റെ വേഗത കുറവ് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന് പരാമർശിച്ച MLA കരാറുകാരെ നേരിട്ട് വിളിച്ച് വിശദീകരണം ചെയ്യുകയും പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. നിള IPT റോഡിന്റെ പട്ടാമ്പി ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. താലൂക്ക് ആസ്ഥാനമായതുകൊണ്ട് തന്നെ നവീകരണവുമായി ബന്ധപ്പെട്ട സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. നവീകരണത്തിന്റെ ഭാഗമായി കുടിവെള്ളം മുടങ്ങാതിരിക്കുന്നതിനായി MLA ആവശ്യപ്പെട്ട പ്രകാരം വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. യോഗത്തിൽ കിഫ്ബി അഡീഷണൽ CEO, ജനറൽ മാനേജർ, പ്രൊജക്ട് മാനേജർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അഡീഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മറ്റ് സ്റ്റാഫുകൾ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അക്കിക്കാവ് കറുകപ്പുത്തൂർ റോഡ് നവീകരണത്തിൽ പാലം നവീകരണം നടത്താത്തതിൽ കോൺഗ്രസ് പ്രതിഷേധം. DPR-ൽ പൊളിച്ചുപണിയാൻ നിർദ്ദേശം നൽകിയ മൂളിപ്പറമ്പ് പെരിങ്ങോട് റോഡിലെ 2 പാലങ്ങളെ ചൊല്ലിയാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. 2 പാലവും തകർച്ചയുടെ വക്കിലാണെന്നും അടിവശത്തെ കമ്പികൾ തുരുമ്പിച്ച് പാലം ശോചനീയാവസ്ഥയിലാണെന്നും പ്രവർത്തകർ പറഞ്ഞു.
2 പാലവും പെരിങ്ങോട് സെന്ററിലുള്ള കലുങ്ക് നിർമ്മാണവും പുതുക്കിപ്പണിയാതെ അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് പണി നടത്തുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്നും പ്രവർത്തകർ പറഞ്ഞു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ രവി മാരാത്ത്, സുധീർ കൂറ്റനാട്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ സുധീർ പെരിങ്ങോട്, മുഹമ്മദ്, മനോജ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഈ റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ചെയ്യണം, അതിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ചെയ്യണം. നിലവിലുള്ള അപകട ഭീഷണിയുള്ള പാലങ്ങളും കൾവർട്ടുകളും പൊളിച്ചു പണിതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് PWDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. മന്ത്രി രാജേഷ് അടക്കമുള്ള ആളുകളുടെ ഓഫീസ് ഇതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതും അവരുടെ തന്നെ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണോ എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത് എന്നതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. പട്ടാമ്പിയിലെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം മുഹമ്മദ് മൂസിൻ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു ഈ മാസത്തെ യോഗം ചേർന്നത്. പട്ടാമ്പി നീള ആശുപത്രി, കുളപ്പുള്ളി IPT റോഡ് നവീകരണ പ്രവൃത്തികളുടെ ചർച്ചയോടെയാണ് പ്രതിമാസ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ആരംഭിച്ചത്. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലെ കൈയേറ്റമൊഴിപ്പിക്കൽ നടപടി പുരോഗമിക്കുന്നതായി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. നിലവിൽ സർവേ പൂർത്തിയായി. സ്കെച്ച് തയ്യാറാക്കുന്ന മുറയ്ക്ക് ഒഴിപ്പിക്കൽ ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിന്നെ പട്ടാമ്പി ടൗൺ പോസ്റ്റിലും ഒരു 50 മാസം കിട്ടാൻ കയ്യേറ്റങ്ങൾ മാർക്കറ്റില് ഫീൽഡിൽ മാർക്കറ്റ് സർവേ ഫുള്ള് നടന്നിട്ടുണ്ട്. മൊത്തം സർവേ ഉണ്ട്. അതിന്റെ പേപ്പർ മാസ്റ്റർ സ്കെച്ചും നമുക്ക് കിട്ടാറുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് കയ്യേറ്റത്തിന് KH വരുന്നത് 69 കിട്ടിയിട്ടുണ്ട്. 36 കിട്ടാൻ ബാക്കിയുണ്ട്. 40 കിട്ടാൻ ബാക്കിയുണ്ട്. താലൂക്ക് പരിധിയിലെ റിസർവേ ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിക്കുന്നതായും പരാതിയുള്ളവർ പോർട്ടൽ വഴി പരിശോധിക്കണമെന്നും അധികൃതർ യോഗത്തിൽ അറിയിച്ചു. നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരമുണ്ടാകണമെന്ന് കൗൺസിലർ KR നാരായണസ്വാമി ആവശ്യപ്പെട്ടു. പട്ടാമ്പി പടിഞ്ഞാറേ കമാനത്തിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കുകയോ ഫ്ലൈ ഓവർ നിർമ്മിക്കുകയോ വേണമെന്നും നാരായണസ്വാമി യോഗത്തിൽ പറഞ്ഞു. സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾ വളരെ വാർദ്ധക്യമുള്ള ആളുകൾ ടൗണിൽ സാധനമായി അവരെ കാൽനടയിൽ പോയി ഒരു സഞ്ചി കണ്ടുകഴിഞ്ഞാൽ അവരെ പിന്നാലെ 4-5 നായ്ക്കൾ കൂടി അവർ പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. പലരുടെ നേരക്ക് കുറച്ച് ചാടുന്ന അനുഭവങ്ങൾ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം 2 പേരെങ്കിലും നമ്മളെ വിളിക്കുന്നതിന് പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മളത് കൂട്ടായിട്ടൊരു പരിശ്രമം അതിന് ഇന്ന് ഈ ഗൗരവമുള്ള ഈ സഭ താലൂക്ക് സഭ ആലോചിച്ച് തെരുവായിട്ടുള്ളത് അതിന്റെ നമ്മളുണ്ടല്ലോ ഒരു വർദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അത് ABC പ്രോഗ്രാം നടപ്പാക്കാൻ നമ്മുടെ നിയമത്തിൽ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ അതിന് കൂട്ടായ പരിശ്രമമാണെന്ന് പറഞ്ഞു. ആരും പ്രത്യേകിച്ച് ആക്ഷേപിക്കില്ല. ഒരു ഭാഗം പഴയ ഒരു ഭാഗം റെയിലും ആണ്. റെയിലിന് മുകളിലൂടെ അല്ലെങ്കിൽ അണ്ടർ പാസേജ് ഇത് ഏതെങ്കിലും ഒന്നും അത്യാവശ്യമാണ്. നമുക്ക് നിലവില് പടിഞ്ഞാറേ കമാനം നമ്മുടെ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലിബർട്ടി ഭാഗത്തേക്ക് വരുന്ന കമാനം പണ്ട് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. കാറുകള്, ഓട്ടോറിക്ഷകൾ, ബൈക്കുകൾ പോയിരുന്നു. ഇപ്പൊ റെയിൽവേയുടെ അണ്ടർ ബ്രിഡ്ജ് പണിയുന്ന സമയത്ത് തന്നെ അവിടെ ടൈൽസ് പതിക്കുന്ന സമയത്തും അതേപോലെ റെയിൽവേയുടെ ഡബിളിങ് വരുന്ന സമയത്തും അവിടെ ബ്ലോക്ക് വരുമ്പോൾ അതൊരു ബൈപ്പാസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് പട്ടാമ്പി. നമ്മുടെ ഈ ഭാഗത്തെ ആളുകൾക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഗവൺമെന്റ് ആശുപത്രി ഭാഗത്തേക്ക് ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ബജറ്റിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഹമ്മദ് മൂസിൻ MLA യോഗത്തിൽ അറിയിച്ചു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് ഞാൻ പട്ടാമ്പിയിൽ ഇനി എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാന ഒരു ഫ്ലൈ ഓവർ ബൈപ്പാസ് ആണ് ആവശ്യം. അപ്പൊ അത് ധനകാര്യ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാകും. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലെ റോഡ് നന്നാവും. പട്ടാമ്പി റോഡിന്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം കിഫ്ബിയുടെ യോഗത്തിൽ പട്ടാമ്പി ടൗൺ നവീകരണം കൂടി അതിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ടൗൺ നവീകരണം കൂടി ഉൾപ്പെടുത്തി കുറച്ച് സൗന്ദര്യവൽക്കരണമൊക്കെ നടത്തിയാൽ ടൗണിന്റെ പ്രതാപം അത് നമുക്ക് ഏറ്റവും മികച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത് നമ്മുടെ ബൈപ്പാസ് ആണ്. അപ്പൊ ആ ഒരു ബൈപ്പാസിനുള്ള ഒരു പ്രപ്പോസൽ, ഫ്ലൈ ഓവർ ബൈപ്പാസിനുള്ള പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഡ്ജറ്റിൽ അത് വരും എന്നുള്ള ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. നിലവിലുള്ള ഈ കാര്യം പിന്നെ കുറച്ചുകൂടെ എംപിക്കായിരിക്കും ഈ ഇതിന്റെ താഴെ കൂടെ പോകുന്ന റോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. അടിപ്പാതയുടെ കാര്യത്തിൽ എംപിക്കാവും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുകയെന്നും MLA പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ NK അബ്ദുൽ ലത്തീഫ്, രതി ഗോപാലകൃഷ്ണൻ, MK ബേബി ഗിരിജ, തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റു വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുതുതലയിൽ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് പുത്തൻ ഇടപെടലുമായി സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് തുടക്കം കുറിക്കുന്നു. ഫെബ്രുവരി 2 രാവിലെ 10 മണിക്ക് മുഹമ്മദ് മുഹസിൻ MLA ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുതുതലയിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് പുതിയ ഇടപെടലുകൾ നടത്താൻ ലക്ഷ്യമിട്ട് സ്ഥാപിക്കുന്ന സംരംഭമാണ് സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 2 രാവിലെ 10 മുഹമ്മദ് മുഹസിൻ MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി അധ്യക്ഷയാകും. തൃത്താല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. മുതുതലയിലെ പരിസര പ്രദേശങ്ങളിൽ വിവിധ രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്നവർ, മാനസിക പ്രയാസങ്ങൾ നേരിടുന്നവർ, ജീവിതത്തിൽ ഒറ്റപ്പെടലുകളെ അഭിമുഖീകരിക്കുന്നവർ എന്നിവരെ സഹായിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, മരണം സംഭവിക്കുന്ന വീടുകളിലേക്ക് ഫ്രീസർ, മേശ, കസേര, ടാർപ്പായ, ചായക്കെറ്റിൽ തുടങ്ങിയ ഉപകരണങ്ങൾ വാടക കൂടാതെ സൗജന്യമായി നൽകുക, മറ്റു സഹായങ്ങൾ ചെയ്യുന്നതിനുമാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. പലപ്പോഴും പല കുടുംബങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കുടുംബങ്ങളെ സഹായിക്കുക, മാനസിക സംഘർഷം നേരിടുന്ന കുടുംബങ്ങളുണ്ട്, അവരെ സഹായിക്കുക, മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പല കുടുംബങ്ങളിലും പലതരത്തിലുള്ള ദൂഷ്യ വശങ്ങൾ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കണ്ടെത്തി അവയെ ഉന്മൂലനം ചെയ്യാനും അവയ്ക്കെതിരായ ബോധവൽക്കരണം നടത്താനുമുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുക, ആവശ്യമായ കൗൺസിലിംഗ് നടത്തുക എന്നീ തുടങ്ങിയുള്ള നിരവധിയായ കാര്യങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിനു പുറമെ ഞങ്ങൾ മരണപ്പെട്ട വീടുകളിലേക്ക് ആവശ്യമായി വരുന്ന പക്ഷം ഫ്രീസർ, കസേര, മേശ, ടാർപ്പായ, ചായക്കെറ്റിലുകൾ ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ അവർക്ക് ആവശ്യപ്പെടുന്ന പക്ഷം നമ്മൾ നൽകും. അതിന് നമ്മൾ വാടക വാങ്ങിക്കാണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഇവ അവർക്ക് ലഭ്യമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുതുതല, കാരക്കൂത്ത്, നാലങ്ങാടി, പറക്കാട് പഞ്ചായത്ത്, തോട്ടിങ്കര എന്നീ പ്രദേശങ്ങളാണ് ട്രസ്റ്റിന്റെ ആദ്യഘട്ട പ്രവർത്തന മേഖല. ഭാവിയിൽ മുതുതല പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. മനസ്സുകളുടെ സഹായത്തോടുകൂടി അവരുടെ സാമ്പത്തികമായ സഹായമുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തീർത്തും സൗജന്യമായി അവർ വാങ്ങിത്തരുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു മെമ്പർഷിപ്പ് എന്ന രൂപത്തിൽ ഭാവിയിൽ കുറെ അംഗങ്ങളെ ചേർത്തുകൊണ്ടുള്ള ഫണ്ട് സമാഹരണവും ആലോചിക്കുന്നു. ഇതിൽ പ്രധാനമായും ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, പരസ്പരം സഹായിക്കുക എന്നുള്ളത് ഒരു ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഒരു വീടിനകത്ത് താനും തൻ്റെ കുടുംബവും മാത്രം ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു വിശാല മനസ്സോടുകൂടി സമൂഹത്തിലെ വളരെയേറെ പ്രയാസപ്പെടുന്ന, വളരെ അശരരും ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അപ്പൊ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് സഹായിക്കാൻ പറ്റാത്ത പല കേസുകളും നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരം ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രവർത്തനം സഹായകരമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയമോ ഭേദമന്യേ സമൂഹത്തിൽ ആരാണോ അവശത അനുഭവിക്കുന്നത്, ആർക്കാണ് സഹായം വേണ്ടതെന്ന് കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. വാർത്താ സമ്മേളനത്തിൽ VB മണികണ്ഠൻ, M പരമേശ്വരൻ, P ഷൺമുഖൻ, N ഉമ്മർ, P ഹരിദാസൻ, AP ഉണ്ണികൃഷ്ണൻ, KP ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മേഴത്തൂർ മുലയംപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. വൈകിട്ട് തിറകളി, ബാൻഡ് വാദ്യമേളം, ശിങ്കാരിമേളം, തായമ്പക എന്നിവയുണ്ടായി. പുലർച്ചെ നടന്ന ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ്, തോൽപ്പാവക്കൂത്ത് എന്നിവയോടെ ഉത്സവാഘോഷം സമാപിച്ചു.
കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ഫുട്ബോൾ മേളയ്ക്ക് ശനിയാഴ്ച തുടക്കമാകും. GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മൂക്കിലപീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റ് ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ സംഘാടക സമിതി ഭാരവാഹികൾ വെള്ളിയാഴ്ച രാത്രി മൈതാനത്ത് യോഗം ചേർന്നു. ചെയർമാൻ ഫൈസൽ മാസ്റ്റർ, കൺവീനർ ഷാജഹാൻ നാലകത്ത്, രക്ഷാധികാരി ബാബു നാസർ, ട്രഷറർ ജിജോ ജേക്കബ്, കോർഡിനേറ്റർ AM ഇക്ബാൽ, VN ബിനു എന്നിവർ സംസാരിച്ചു. മന്ത്രി MB രാജേഷ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 16-ന് ടൂർണമെന്റ് സമാപിക്കും. ഇതോടെ നാളെയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.